രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, ഞങ്ങളെ രക്ഷിക്കണേ. ഓടി വാ. ശ്രീദേവി മോളെ, മോളെ വൃദ്ധേ, മക്കളെ. അയ്യോ വലിച്ചിരുന്നു മോളെ ശ്രീദേവി. അയ്യോ വൃദ്ധ മോളെ വലിച്ച ശ്രീദേവി. അയ്യോ വലിച്ച അയ്യോ മോളെ എനിക്ക് എന്തുപറ്റി വലിച്ച? തലകർക്ക് വല്ലതുണ്ടായോ? ഞാൻ മരുന്നെടുത്തോണ്ട് വരട്ടെ? വേണ്ട, ഇതിന് മരുന്നല്ല പ്രതിവിധി. ഞാൻ തലകറങ്ങി വീണതൊന്നും അല്ല ശ്രീദേവി. വലിച്ചും പിന്നെ എങ്ങനെ വീണതാ? ഞാൻ വീണതല്ല, ആരോ ഇവിടേക്ക് പ്രവേശിച്ച് എന്നെ തള്ളിയിട്ടതാ. വലിച്ച എന്താ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവാൻ? ദുർമൂർത്തികള് ഇവിടെ കടന്നുകൂടിയോ? ഏതോ ദുഷ്ടശക്തി നമ്മുടെ വൃന്ദമോളെയും കൂട്ടുകാരെയും പിന്തുടരുന്നുണ്ട്. ആരോ അവരെ കെണിയിലാക്കാൻ നടക്കുന്നു. അവര് കെണിയിൽ വീണതുപോലെ ഒരു നിമിത്തം ഞാൻ കണ്ടു. കെണിയോ? ആ കെണിയിൽപ്പെട്ടാൽ അവരെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന് പരദേവത എന്നോട് പറയുന്നത് പോലെ തോന്നി. എന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത ചില കാഴ്ചകളാണല്ലോ ശ്രീദേവി ഞാൻ കുറെ നാളുകളായി കാണുന്നത്. എല്ലാം വൃന്ദമോൾ ഇവിടുന്ന് പോയതിനു ശേഷമാണ്. ആരാ അവരെ പിന്തുടരുന്നത്? മനയിലെ കോപാകുലരായ ഏതെങ്കിലും ദുർമൂർത്തികളാണോ? അങ്ങനെയെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തേണ്ടതില്ലേ? ഈ മനയിലെ മൂർത്തികൾ ആരും കോപാകുലരല്ല. ഇത് വേറെ ഏതോ ശക്തിയാണ്. ശക്തിയെ തിരിച്ചറിയാതെ പ്രതിവിധി ചെയ്യാനാവില്ല. കുട്ടികൾക്ക് ആപത്തുണ്ടോ? ആപത്തുണ്ട്. ഈശ്വര, എനിക്ക് ഇപ്പൊ തന്നെ അവരെ വിളിക്കണം. ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. എന്റെ ഫോൺ എടുത്തോണ്ട് വരൂ. എന്റെ ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേക്കണേ? എന്തൊക്കെയാ നടക്കാൻ പോകുന്നേ? നമ്മള് രാത്രി 9 മണിക്ക് മുമ്പ് തിരികെ എത്തുന്ന ട്രിപ്പല്ലേ? അപ്പോ എന്തൊക്കെ എടുക്കണം? ഒരു ദൂരയാത്രയല്ലേ, ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്തോ. അതെ, ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന സമയത്തെ ഡ്രസ്സിൽ എന്തെങ്കിലും വീണ് വൃത്തികേടായ എന്തെയും. മോഴക്കുന്നിലേക്ക് പുറപ്പെടും മുന്നേ മേഘ ഹോട്ടൽ അന്വേഷിക്കുന്നത്. അല്ല, പലത് കഴിക്കുന്ന കാര്യം പറയുമ്പോ നിങ്ങൾ ഇതിനെ കളിയാക്കുന്നേ? നിങ്ങൾ ആഹാരം കഴിക്കാതെ ജീവിക്കുന്ന ജീവിയാണോ? ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഒരു വഴക്കിന് ഞാനില്ലേ. ദേവൃന്ദേ, നിനക്കൊരു അൺനോൺ കോള്. അൺനോൺ കോളോ? ഇത് അൺനോൺ നമ്പർ ഒന്നും അല്ല, നിന്റെ മുത്തശ്ശനാ. ആ പിന്നെ ഇന്ന് നമ്മൾ മോഴക്കുന്നിലേക്ക് പോകുന്ന കാര്യം നീ മുത്തശ്ശനോട് പറയണ്ട. മുത്തശ്ശൻ വെറുതെ ടെൻഷനാവും. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ആ മുത്തശ്ശ, നിങ്ങൾ എല്ലാവരും ഉണ്ടോ മക്കളെ? നിങ്ങളൊക്കെ എവിടെയാ? ഞങ്ങളെല്ലാവരും ഹോസ്റ്റലിൽ തന്നെ ഉണ്ട് മുത്തശ്ശ. ഇന്ന് കോളേജ് അവധിയാ മുത്തശ്ശ.